വനിതാ സംവരണ ബില്ലിനൊപ്പം മണ്ഡല പുനർനിർണയ ബില്ലും നടപ്പാക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. നാളെ പാർലമെന്റ് പ്രത്യേക സമ്മേളനം ചേരുമ്പോൾ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തും. വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, പുതിയ ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമായ ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ദക്ഷിണേന്ത്യയ്ക്ക് ഉത്തരേന്ത്യയെ മാത്രം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള മോദി സർക്കാരിന്റെ നിലപാട്, ദക്ഷിണേന്ത്യ തളർത്തുക എന്നുള്ളൊരു നിലപാട്, ദക്ഷിണേന്ത്യയെ അവഗണിക്കുക എന്നുള്ളൊരു നിലപാട് കൂടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. വിജയ്, എന്തായാലും മണ്ഡല പുനർനിർണയ ബില്ല് കൂടി കൊണ്ടുവരുന്ന മോദി സർക്കാരിന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് നിലവിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 543-ൽ നിന്ന് 850 ഉയർത്താനായിട്ടുള്ള നീക്കമാണ്, അല്ലെങ്കിൽ അത്തരമൊരു കാര്യമാണ് ഈ മണ്ഡല പുനർനിർണയ ബില്ല് ശുപാർശ ചെയ്യുന്നത്. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഇത്തരമൊരു ബില്ല് നടപ്പിലായി കഴിഞ്ഞാൽ അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് BJPക്ക് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിലാണ് വലിയ തോതിൽ സീറ്റുകൾ വർദ്ധിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷമൊക്കെ ഇതിനെ ശക്തമായി തന്നെ എതിർക്കുന്ന സാഹചര്യമുള്ളത്. എന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് നടപ്പിലാക്കുന്നതിനെതിരെ വെല്ലുവിളിയുമായി MK സ്റ്റാലിൻ മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇപ്പോൾ DMK MPമാരുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്കാണ് DMK MPമാരുടെ ഒരു അടിയന്തര യോഗം ചേരുക. കോൺഗ്രസ് നേതൃത്വത്തിലും യോഗം ചേരുന്നുണ്ട്. ഇന്ന് മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ യോഗം പ്രതിപക്ഷ MPമാരുടെയൊക്കെ യോഗം ചേരുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ആ യോഗത്തിൽ നാളെ ഏത് തലത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കണം, നിലപാട് സ്വീകരിക്കണം എന്നതിലടക്കം ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും. പ്രത്യേകിച്ച് നാളെ മുതൽ 3 ദിവസത്തെ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനമാണ് കേന്ദ്ര സർക്കാർ വിളിച്ചിരിക്കുന്നത്. ആദ്യ 2 ദിവസം ലോക്സഭയിലും, അതായത് വ്യാഴ ബില്ല് ദിവസങ്ങളിൽ ലോക്സഭയിൽ ബില്ല് ചർച്ച ചെയ്ത് പാസ്സാക്കുക, അതിനുശേഷം രാജ്യസഭയിൽ പാസ്സാക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ്, അത്തരമൊരു നീക്കത്തിലേക്കാണ് മോദി സർക്കാർ കടന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭേദഗതി ബില്ല് പാസ്സാക്കുക മോദി സർക്കാരിന് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ബില്ല് പാസ്സാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ ചില കക്ഷികളുടെ കൂടി പിന്തുണ മോദി സർക്കാരിന് വേണ്ടി വരും എന്നതാണ് നിലവിൽ സാഹചര്യം. അത്തരത്തിലൊരു പിന്തുണ ഉറപ്പിക്കാനുള്ള ചില നീക്കങ്ങളും ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. വിജയ്, ശരി. വനിതാ സംവരണ ബില്ലിനൊപ്പം മണ്ഡല പുനർനിർണയ ബില്ലും നടപ്പാക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.